സ്നേഹമായി എൻ കരളിൻ ഉള്ളറയിൽ നിറവായി മാറിയ മാതാവേ, നിൻ മഹിമകൾ ഞാൻ പാടാം. തിരുവചനത്തെ നിന്നുദരത്തിൽ പ്രിയനാക്കി നീ സ്തുതി പാടി. തിരുവചനത്തെ നിന്നുദരത്തിൽ പ്രിയനാക്കി നീ സ്തുതി പാടി. തിരുസുതനായി സുരഗീതം പാടാൻ നവഗാനം പകരൂ. എന്നിൽ സുരജീവൻ പകരൂ. ഉറവ പറ്റാത്ത സ്നേഹമാണ്. ഒരിക്കലും നമ്മെ അകന്നു പോകാതെ തഴുകി തലോടുന്ന വാത്സല്യമാണ് പരിശുദ്ധ മറിയം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, പരിശുദ്ധ മാതാവേ, നമ്മളുടെ ഹൃദയങ്ങളിൽ സ്പന്ദനം ചെയ്യേണ്ട സുഹൃത ജപം. സ്നേഹഹൃദയങ്ങളെ, കാർമൽ ഗീതങ്ങളിലേക്ക് നമുക്ക് ഹൃദയം ചേർക്കാം. ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്നേഹപ്രാർത്ഥനകളോടെ പരിശുദ്ധ അമ്മയോടുള്ള നിർമ്മലമായ സ്നേഹത്തോടെ നമുക്കൊന്നു ചേരാം. ഒരു നറുനിലാവായി, തെളിനിലാവായി, ഇലച്ചാർത്തുകളിൽ തുഷാരബിന്ദുക്കൾ പോലെ ആർദ്രമായ അനുഭവം പകർന്നുകൊണ്ട് പരിശുദ്ധ അമ്മ, നമുക്കമ്മയെ പാടി പ്രകീർത്തിക്കാം. ഒരു സ്നേഹഗീതം പാടി അമ്മയെ പ്രകീർത്തിക്കുന്നത് വഴി ഈശോയ്ക്ക് ദിവ്യ ആരാധനകൾ അർപ്പിക്കാം. നമുക്ക് ഈശോനാഥന് വലിയ ആരാധനാ സ്തുതി സ്തോത്രവും പരിശുദ്ധ അമ്മയ്ക്ക് സ്നേഹവണക്കവും നമുക്ക് അർപ്പിക്കാം. നിശാതാരകം പോലെ അമ്മ
സിസ്റ്ററെ, നിലാമഴ പോലെ ആർദ്രമായി പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്ന ഈ ഗാനം എവിടെ നിന്നാണ് സെലക്ട് ചെയ്തത്? ഇത് പരിശുദ്ധ അമ്മ തന്നെ എനിക്ക് തന്ന ഒരു പാട്ടാണ്. സിസ്റ്റർ എഴുതിയതാ? അതെ, ഇതിൻ്റെ സംഗീതം അമ്മ തന്നെ എനിക്ക് തന്നതാണ്. ഓ, വളരെ മനോഹരമായി വർണ്ണിക്കാൻ പോലും പറ്റും. കാരണം അത്രമാത്രം ഊഷ്മളമായ ഒരു ഒരു രചനാതലം. സിസ്റ്റർ ചോദിക്കട്ടെ, ഇതെങ്ങനെ എപ്പോഴാണ് ഈ പാട്ടൊക്കെ എഴുതുക? അല്ലെങ്കിൽ സിസ്റ്റർ ഇപ്പോൾ ഗാനങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? കൂടുതൽ എഴുതാറുണ്ടോ? ഇങ്ങനെയാ? അങ്ങനെ അധികമൊന്നും എഴുതിയിട്ടില്ല. ആ, ഇതൊരു പ്രത്യേക കാർമൽ ഗീതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത്, ഞങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് മൗനമായിരിക്കുമ്പം ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു പാട്ടാണ്. ഈണവും ഒപ്പം തന്നെ കിട്ടി. ഈണവും ഒപ്പം തന്നെ കിട്ടി. അതൊരു പ്രത്യേക ഒരു അനുഭവത്തിൽ ഒരു മണിക്കൂറോളം എനിക്ക് ഇരിക്കാൻ പറ്റി. അതൊരു മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. സിസ്റ്ററിന്റെ ജീവിതത്തിലെ ജപമാല പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ആ പ്രാർത്ഥനയോട് ഹൃദയം ചേർക്കാൻ കഴിയുന്നു? ജപമാല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തിയേറിയ ഒരു ആയുധമാണ്. എപ്പോഴും അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഒന്നും നഷ്ടപ്പെടുകയില്ലെന്ന് എനിക്കറിയാം. ചെറുപ്പം മുതലേ വീട്ടിൽ നിന്ന് ഇങ്ങനെ പപ്പയും അമ്മയും പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവിൽ നിന്നാണത്. അതെനിക്ക് ശരിക്കും ഒരു അനുഭവമാണ്. ഇതുവരെ അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ അങ്ങനെയല്ല ഞാൻ ഓർക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഈശോയുടെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ അമ്മ അനുഗ്രഹിക്കുന്നുണ്ട്. അതിന് വിട്ടുകൊടുക്കാനും പരിശുദ്ധ അമ്മ സഹായിക്കുന്നുണ്ട്. തീർച്ചയായും കന്യകളുടെ രാജ്ഞിയായ അമ്മ പലപ്പോഴും ഓർക്കാറുണ്ട്. അതായത് ഈ കാലഘട്ടത്തിലൊക്കെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ഞങ്ങൾ ഒരുപാട് ആദരവോടെ കാണുന്നത്. കാരണം അൽമായർ എന്ന രീതിയിൽ കുഞ്ഞുനാൾ മുതലേ പരിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരണത്തിന് വേണ്ടി ഒരുക്കുന്നു. പിന്നെ വളർന്നു വന്ന വഴിത്താരകളിലൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഒരുപാട് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം നന്മയുടെ പാതയെ പകർന്ന് നൽകിക്കൊണ്ട് സഭയോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുവാൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി ആദരവോടുകൂടി ഞാൻ കാണുക. പക്ഷേ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പ്രത്യേകത കാണുന്നത്, ജപമാല എന്ന് ചൊല്ലാൻ പലപ്പോഴും പരസ്പരം പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ അല്ലെങ്കിൽ ബേബിച്ച ഒന്നും ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാരും വിമർശിച്ചെന്ന് പറയുകയല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, വിദ്യാലയങ്ങൾ, അതിൻ്റെയൊക്കെ തിരക്കിൽപ്പെട്ട് ഈ ജപമാല പ്രാർത്ഥനയും ഈ അമ്മയോടുള്ള ദിവ്യസ്നേഹമൊക്കെ ശുഷ്കിക്കുന്നുണ്ടോ എന്നൊരു സംശയം. എന്ന് പറയുന്നത് സിസ്റ്റർ അതിനെക്കുറിച്ച്? അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും. എന്നാലും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചില്ലെങ്കിൽ സമർപ്പണ ജീവിതത്തിൽ ഒരു പടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റിയില്ലെന്നാണ്. ഇതൊരു വലിയ സന്ദേശം തന്നെയാണ്. തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, അത് സന്യസ്ത, വൈദിക, അൽമായ ഏത് തലങ്ങളായിക്കൊള്ളട്ടെ, ഈശോ നൽകിയ ഈ അമ്മയെ മുറുകെ പിടിക്കാതെ ഒരു വ്യക്തിക്കും വിനയത്തിലും വിശുദ്ധിയിലും എളിമയിലും അനുസരണത്തിലും ഭക്തിയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും സഭാത്മക വഴിത്താരകളിലും മുന്നേറാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഒരിക്കലും അത് അങ്ങനെയൊന്നും ഞാനൊരു പങ്കുവെക്കൽ മാത്രമാണിത്. തീർച്ചയായും നമുക്ക് വൈദിക അല്ലെങ്കിൽ സന്യസ്ത അൽമായ കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഭയെ പടുത്തുയർത്തുവാനുള്ള ഒരുമിക്കൽ നമുക്ക് മുന്നോട്ട് നീക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ഈശോ മിശിഹാ വഴിയായി ഏകിടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിടണമേ നൽവരങ്ങൾ. സ്വർലോകരാജ്ഞി കരുണാംബികയാമെന്നമ്മേ, കണ്ണീരിലാഴുമ്പോൾ നീ കൈകൾ നീട്ടൂ. കണ്ണീർ തുടച്ച് എൻ കണ്ണിൽ അഞ്ജനമെഴുതിച്ച് ഈശോയിൽ എന്നെ നീ ചേർക്കണമേ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിടണമേ നൽവരങ്ങൾ. നീറുന്ന മനസ്സിൽ കരുണാമൃതമേകൂ അമ്മേ, തളരാതെ എന്നെ നീ താങ്ങിയിടണമേ. കനിവോലും നിൻ തിരുകൈകൾ നീട്ടി എന്നെ കരുതാരിൽ കൺമണി പോലെ കാത്തിടണമേ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിടണമേ നൽവരങ്ങൾ. നിൻ പൊന്നോമൽ സുതനാം ഈശോ മിശിഹാ വഴിയായി ഏകിടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിടണമേ നൽവരങ്ങൾ. തൻ്റെ തിരുപുത്രൻ തന്നെ ഭരമേൽപ്പിച്ച മാനവകുലത്തിന് എന്നും സംരക്ഷണം നൽകുന്ന സ്നേഹമയിയാണ് പരിശുദ്ധ അമ്മ.
വിശുദ്ധ ബെർണാർഡ് പറയുന്നു, അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നന്വേഷിച്ച് സാത്താൻ നടക്കുന്നു. പാപിയായ എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ രക്ഷിക്കും എന്നുള്ള ഉദ്വേഗത്താൽ മറിയം ഓടി നടക്കുന്നു. അതേ പ്രിയമുള്ളവരെ, പാപികളുടെ സങ്കേതമായ അമ്മ, വരപ്രസാദപൂർണയായ അമ്മ, ഒരിക്കലും തിന്മയിലേക്ക് നമ്മൾ വഴുതി വീഴാതെ നെഞ്ചോട് ചേർക്കുന്ന അമ്മ, അഥവാ ആരുടെയെങ്കിലും പാദങ്ങൾ തിന്മയിലേക്ക് വഴുതി മാറിയാൽ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് തൻ്റെ തിരുപുത്രൻ്റെ തിരിച്ചോരയിൽ കഴുകി ശുദ്ധി ചെയ്യുവാൻ പ്രാപ്തയായ അമ്മ. അമ്മ ഒരനുഭവമാണ്. വെറും പഠനമല്ല, വെറും അറിവല്ല, മറിച്ച് പരിശുദ്ധ മറിയം ഒരനുഭവമാണ്. നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോനാഥ, മാനവകുലത്തിന് തൻ്റെ അമ്മയെ നൽകി അവിടുന്ന് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഞങ്ങൾ അറിയുന്നു കർത്താവേ, അമ്മയെ ഏറ്റവും സ്നേഹിച്ചു അങ്ങ്. ആ നല്ല അമ്മ മാനവകുലത്തിനെന്നും താങ്ങും തണലും വഴികാട്ടിയുമാണെന്ന് അങ്ങ് അറിഞ്ഞു. ഈശോ, ഞങ്ങൾ നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മേ, മേരിനാഥേ, ജീവിതബാന്ധാവിൽ തളരാതെ, ഇടറാതെ, പതറിപ്പോകാതെ അമ്മ ഞങ്ങളെ കാക്കണേ. ആമേൻ.